നമസ്കാരം സുഹൃത്തുക്കളെ. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രു ആരാണെന്നറിയാമോ? അത് മറ്റാരുമല്ല, മടിയാണ്. മടി ഒരു ശബ്ദമില്ലാത്ത കള്ളനാണ്. അത് നമ്മുടെ സമയം കവർന്നുകൊണ്ടിരിക്കുന്നു, നമ്മുടെ സ്വപ്നങ്ങൾ പതിയെ പതിയെ നശിപ്പിക്കുന്നു. പക്ഷെ നമ്മളതിനെ തിരിച്ചറിയുന്നില്ല. നാളെ ചെയ്യാം, ഇനി കുറച്ച് സമയം കഴിഞ്ഞാൽ തുടങ്ങാം, ഇന്ന് മനസ്സില്ല. ഇവയെല്ലാം മടിയുടെ ഭാഷയാണ്. മടി നമ്മുടെ ജീവിതത്തെ എങ്ങനെ നശിപ്പിക്കുന്നു എന്നല്ലേ? നിങ്ങൾ ഒരിക്കലെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ ഒരു വലിയ സ്വപ്നം കാണും, പക്ഷെ അതിലേക്ക് ഒരു ചെറിയ പടി പോലും വെക്കാൻ മടിക്കും. ഒരു പുസ്തകം വായിക്കണമെന്ന് തീരുമാനിക്കും, പക്ഷേ മൊബൈൽ എടുത്ത് റീൽസ് സ്ക്രോൾ ചെയ്യാൻ തുടങ്ങും. വ്യായാമം തുടങ്ങണമെന്ന് ആലോചിക്കും, പക്ഷെ നാളെ മുതൽ എന്ന് മാറ്റിവെക്കും. ഇത് ചെറിയ കാര്യങ്ങൾ പോലെ തോന്നും, പക്ഷെ ദിവസവും ഇങ്ങനെ ചെറിയ തോൽവികൾ സംഭവിച്ചാൽ ഒരു ദിവസം നമ്മൾ നമ്മളെ തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്കെത്തും. വിജയികളുടെയും പരാജയപ്പെട്ടവരുടെയും വ്യത്യാസം എന്താണ്? വിജയികൾക്ക് മടിയില്ലേ? ഉണ്ട്, പക്ഷേ അവർ മടിയേക്കാൾ വലിയ ലക്ഷ്യം വെക്കുന്നു. അവർ മനസ്സില്ലെങ്കിലും പ്രവർത്തിക്കുന്നു. അവർ മോട്ടിവേഷൻ വരുമ്പോൾ മാത്രമല്ല, ഡിസിപ്ലിൻ ഉള്ളപ്പോഴും പ്രവർത്തിക്കുന്നു. ഓർമ്മിക്കോ, മോട്ടിവേഷൻ ഈസ് ടെമ്പററി, ഡിസിപ്ലിൻ ഈസ് പെർമനൻറ്റ്. മടിയെ ജയിക്കാനുള്ള 5 മാർഗങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമത്, ചെറിയ തുടക്കം. ഒരു വലിയ ടാസ്ക് കാണുമ്പോൾ നമുക്ക് ഭയം വരും, മടി വരും. പക്ഷെ 5 മിനിറ്റ് മാത്രം ചെയ്യാമെന്ന് തീരുമാനിച്ചാൽ മനസ്സ് സമ്മതിക്കും. 5 മിനിറ്റ്സ് റൂൾ. ഇത് നിങ്ങൾ എപ്പോഴും ഉപയോഗിക്കണം. പലപ്പോഴും 5 മിനിറ്റ് തുടങ്ങി 30 മിനിറ്റായി മാറും. അടുത്തത്, വ്യക്തമായ ലക്ഷ്യം, അതായത് ക്ലിയർ ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ലക്ഷ്യം വ്യക്തമല്ലെങ്കിൽ നിങ്ങൾക്ക് മടി വരുമെന്നുള്ളതാണ്. എനിക്ക് നല്ല ജീവിതം വേണം എന്ന് പറയുന്നത് പോരാ, എന്തു വേണം, എപ്പോൾ വേണം, എന്തിനു വേണം. നിങ്ങളുടെ വൈ ശക്തമെങ്കിൽ മടി നിങ്ങൾക്ക് ഉണ്ടാവില്ല. എൻവിയോൺമെൻറ്റ് മാറ്റുക എന്നുള്ളതാണ് മറ്റൊരു മാർഗം. നിങ്ങളുടെ ചുറ്റുപാട് നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കും. കിടക്കയിൽ കിടന്ന് പഠിക്കാൻ പറ്റില്ല. മൊബൈൽ മുന്നിൽ വെച്ച് കോൺസെൻട്രേഷൻ പറ്റുകയുമില്ല. വർക്ക് സ്പേസ് ക്ലീൻ ആക്കുകയും ഡിസ്ട്രാക്ഷൻ കുറയ്ക്കുകയും ചെയ്യും. ദെൻ അടുത്തത്, റിവാർഡ് സിസ്റ്റം ആണ്. നിങ്ങളൊരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ തന്നെ നിങ്ങൾ സന്തോഷിപ്പിക്കണം. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തും നിങ്ങൾക്ക് വേണ്ടി റിവാർഡ് ചെയ്യുക. ചെറിയ സന്തോഷങ്ങൾ വലിയ എനർജി നൽകും. ദെൻ നെക്സ്റ്റ്, ആക്ഷൻ ഫസ്റ്റ്, ഫീലിംഗ് ലേറ്റർ. നമ്മൾ പലപ്പോഴും ഫീലിംഗ് വരാൻ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് അല്ലേ? പക്ഷേ ട്രൂത്ത് എന്താണെന്നറിയോ? ആക്ഷൻ ക്രിയേറ്റ് മോട്ടിവേഷൻ, മോട്ടിവേഷൻ ഡസ് നോട്ട് ക്രിയേറ്റ് ആക്ഷൻ. മടി എന്നുള്ളത് ഒരു ഫീലിംഗ് ആണ്, പക്ഷെ നിങ്ങളുടെ സ്വപ്നം ഒരു ഫ്യൂച്ചറാണ്. നിങ്ങൾ ഇന്ന് മടിയെ കേട്ടാൽ നാളെ നിങ്ങൾ റിഗ്രറ്റ് അടിക്കേണ്ടി വരും. ഒരു വർഷം കഴിഞ്ഞ് നിങ്ങൾ 2 ആളുകളിൽ ഒരാളായിരിക്കും. ഞാൻ തുടങ്ങിയത് നന്നായി എന്ന് പറയുന്ന ആളോ, അല്ലെങ്കിൽ ആ ദിവസം തുടങ്ങാമായിരുന്നു എന്ന് വിഷമിക്കുന്ന ആളോ? നിങ്ങൾ ഏതാളാകാനാണ് ആഗ്രഹിക്കുന്നത്? ഇനി കുറച്ച് അഫർമേഷൻസ് പറയാം. ഇപ്പോൾ കണ്ണുകൾ അടച്ചുകൊണ്ട് ഈ വാക്കുകൾ മനസ്സിൽ ആവർത്തിക്കുക. ഞാൻ മടിയെ ജയിക്കുന്നു. ഞാൻ ദിവസവും ചെറിയ പുരോഗതി കൈവരിക്കുന്നു. ഞാൻ ഡിസിപ്ലിനുള്ള വ്യക്തിയാണ്. എൻ്റെ ലക്ഷ്യം എൻ്റെ മടിയേക്കാൾ വലുതാണ്. നിങ്ങൾക്ക് വലിയ കഴിവുകളുണ്ട്, പക്ഷേ മടി അത് മറച്ചു വയ്ക്കുന്നു. ഇന്ന് തന്നെ ഒരു ചെറിയ ആക്ഷൻ എടുക്കൂ. ഒരു പേജ് വായിക്കൂ, 10 മിനിറ്റ് എക്സസൈസ് ചെയ്യൂ, ഒരു ഐഡിയ എഴുതൂ. പെർഫെക്റ്റ് സമയം കാത്തിരിക്കേണ്ട ആവശ്യമില്ല. സ്റ്റാർട്ട് ഇംപെർഫെക്റ്റ്ലി ബട്ട് സ്റ്റാർട്ട് ടുഡേ. കാരണം നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങളെ കാത്തിരിക്കുകയാണ്. മടി നിങ്ങളെ നിയന്ത്രിക്കട്ടെ എന്നല്ല, നിങ്ങൾ മടിയെ നിയന്ത്രിക്കൂ. ഇന്ന് തന്നെ തീരുമാനിക്കൂ, ഞാൻ എൻ്റെ ജീവിതം മാറ്റാൻ തയ്യാറാണ്. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.